ഗൈസ് അങ്ങനെ പട്ടായയിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. നാളെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നാളെ എങ്ങനെ പോകുമെന്നൊന്നും നമുക്കറിയത്തില്ല. ബിക്കോസ് ഇവിടുന്ന് നാളെ ഡയറക്റ്റ് ഫ്ലൈറ്റ് വാൻകൂവറിലോട്ടില്ല. ഇനിയും 28-നേ ഉള്ളൂ. അപ്പോൾ നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഹോങ്കോങ്ങിൽ ചെന്നിട്ട് ഹോങ്കോങ്ങിൽ നിന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടുന്ന് ഹോങ്കോങ്ങിൽ നിന്ന് ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഹോങ്കോങ്ങിൽ നിന്ന് ഡയറക്റ്റ് വാൻകൂവർ ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷേ അതും ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഹോങ്കോങ്ങിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസമേ ഉള്ളൂ. ഞാൻ മിസ് ചെയ്തൊരു ആക്ടിവിറ്റി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ആക്ടിവിറ്റി കോറൽ ഐലൻഡാണ് കേസ്. കോറൽ ഐലൻഡ് ഒന്ന് പോകണമെന്നുണ്ട്. കോറൽ ഐലൻഡ് ആക്ച്വലി നമ്മൾ പാക്കേജ് എടുത്ത് പോകുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ പോകണം, അവരുടെ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ നിൽക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് തന്നെ എല്ലാം ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല. എന്നാൽ എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്കേജ് എടുക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെറി ഉണ്ട്. ആ ഫെറി എടുത്ത് നമ്മൾ അവിടെ പോയി 100 ബാത്തേ ഉള്ളൂ. അവിടെ പോയിട്ട് നമുക്കിഷ്ടമുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ആ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ അത് നോക്കാം. ഞാൻ ആദ്യം ഇവിടുന്ന് ഞാൻ ആക്ച്വലി പറഞ്ഞില്ല, ഞാൻ ജോംടീൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അത് ഒരു 10 മിനിറ്റ്സ് 10 ഒരു 5 ലെസ് ദൻ 10 മിനിറ്റ്സ് നമുക്ക് ഡ്രൈവേ ഉള്ളൂ ഈ പറയുന്ന പട്ടായ ബീച്ചിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഒരു താമസിക്കാൻ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വലിയ ബഹളത്തിൽ നിന്ന് മാറി. എന്നാൽ ബീച്ച് ഇവിടെ നമ്മുടെ തൊട്ട് ഫ്രണ്ട് ബീച്ചും കാര്യങ്ങളും ഒക്കെയാണ്. ഇത് ജോംടീൻ ബീച്ച് എന്ന് പറയും. ഇത് അത്രയും പട്ടായയുടെ അത്രയും തിരക്കില്ലാത്തൊരു ബീച്ചാണ്. പിന്നെ നൈറ്റ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിരത്തി പിടിച്ച് എല്ലായിടത്തും ഉണ്ട്, വാക്കിംഗ് സ്ട്രീറ്റ്. പക്ഷേ നമ്മുടെ ആ പ്രശസ്തമായ നൈറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പട്ടായ നൈറ്റ് മാർക്കറ്റ്. പക്ഷേ അത് ഭയങ്കര ക്രൗഡഡാണ്. ഇന്നലെ നൈറ്റ് ഞാൻ അവിടെ പോയി. ഞാൻ പിന്നെ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നലെ പോയി നമ്മൾ ലെഗ് മസാജൊക്കെ ചെയ്തു. ലെഗ് മസാജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആണ്. ലെഗ് മസാജൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഇന്നലെ പിന്നെ അവിടെ വീഡിയോ ഒന്നും എടുത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കങ്ങനെ അതിപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യണം വാക്കിംഗ് സ്ട്രീറ്റ് ഫോർ ഷുവർ. പക്ഷേ എങ്കിൽ വൈകിട്ടേ പോയാൽ മതി, രാവിലെ അവിടെ ഒന്നുമില്ല. പക്ഷേ മെയിനായിട്ട് അവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സും നമ്മുടെ കൂടുതലും ക്ലബ്സും ഒക്കെയാണ്. അതാണ് മെയിൻ. പിന്നെ പോയി കാണണം, ഓഫ് കോഴ്സ് നമ്മളത് വിസിറ്റ് ചെയ്യണം. അല്ലാതെ അവിടെ ഒരു എന്താ പറയുന്നത് എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ നൈറ്റ് മാർക്കറ്റൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല നൈറ്റ് മാർക്കറ്റ്. എന്നാൽ ഇത്രയും ക്രൗഡഡ് അല്ല. അവിടെ ഉള്ള എല്ലാ സംഗതികളും ഒരുപാട് നൈറ്റ് മാർക്കറ്റ്സ് ഇവിടെ അടുപ്പിച്ച് അങ്ങും ഇങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് എന്തായാലും ഞാൻ വൈകിട്ട് പോകുന്നു. ഇന്നിനും എന്തായാലും ഞാൻ വൈകിട്ട് അവിടെ പോകും. അപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കാം. ഒന്നാമത്തെ കാര്യം ഭയങ്കര നമുക്കൊന്ന് സംസാരിച്ചൊന്നും കേൾക്കത്തുമില്ല, അതുപോലെ ബഹളമാണ് അവിടെ. പിന്നെ അതൊരുപാട് പേര് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വെറുതെ ഇടുന്നില്ലെന്ന് വീഡിയോ വെറുതെ ഇടണ്ടെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് അവിടെ ചെന്ന് മെയിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ. പിന്നെ എനിക്ക് അവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് പെർഫോമൻസ് ഒരു രക്ഷയില്ല. അമ്മാർ വേറെ ലെവലാണ്. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു 100 ബാത്തോ ഒക്കെ നമ്മൾ ഇത് കാണുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു സഹായമായി. പക്ഷെ വേറെ ലെവലാണ് അമ്മാർ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ പട്ടായ ബീച്ചിലോട്ട് പോവാം. അവിടെ പോയിട്ട് ഞാൻ നോക്കട്ടെ കോറൽ ഐലൻഡിൽ നിന്ന് കയറാൻ ഒക്കുമെന്ന്. അല്ലെങ്കിൽ അവിടുത്തെ ചില പരിപാടികൾ അവിടെ തന്നെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സെറ്റാക്കാം കേസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങാം. ലാസ്റ്റ് വ്ളോഗായിരിക്കും പട്ടായ എന്നുള്ളത്. അങ്ങനെ കേസ് നമ്മൾ പട്ടായ ബീച്ചിലോട്ട് പോവുകയാണ്. ഒരു ടുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് വലിഞ്ഞ് കയറി സെറ്റായിട്ട് പോകാം. കയറിയോ സെറ്റ്. നമുക്ക് പിന്നെ പുറകിൽ പിടിച്ച് നിൽക്കാനാണ് കേസ്. ഇതൊരു വൈബ് വണ്ടിയാണ്. ഇത് ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന നല്ല വൈബായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന വേറെ ലെവലിലോട്ട് പോയാൽ ഇല്ലായിരിക്കുന്നതല്ലോ നല്ലത്. അപ്പോൾ ഏതായാലും ഇത് ഭയങ്കര ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനുമാണ്, ഒരു വൈബുമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന US എന്നൊക്കെ വരുന്ന വെള്ളക്കാർ പോലും ഇതാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ചീപ്പാണ്. പിന്നെ ഒരു വൈബല്ലേ ഇത്, വേറെ എങ്കിലും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ഇല്ല. ഇങ്ങനെ പിടിച്ച് നിൽക്കുക. എവിടുന്ന് നല്ല തല്ലി കിട്ടുമ്പോൾ മാറിക്കുള്ളൂ. ഞാൻ പാക്കേജ് ഒന്നും എടുത്തിട്ടില്ല. ഞാനിപ്പോൾ നടന്ന് കണ്ടില്ലേ പട്ടായ ബീച്ച് ആ സൈഡിൽ കാണുന്നു. സൈഡിൽ നടന്ന് ഞാൻ നേരെ മറ്റേ ഫെറിയൊക്കെ കിട്ടുന്ന ആ ഒരു ടെർമിനലുണ്ട്, അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഈ കാണുന്ന ചെറിയ സ്പീഡ് ബോട്ട്സൊക്കെ അങ്ങോട്ട് പോകുന്നതൊക്കെയാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെറി ബോട്ടുണ്ട്, അതാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. അതാകുമ്പോൾ ചീപ്പുമാണ്. പിന്നെ നമ്മൾ അവരുടെ ടൈം നോക്കി നിൽക്കണ്ട. 100 ബാത്ത് കണ്ട അവിടെ ചെല്ലുന്നതാണ്. അപ്പോൾ ആദ്യം അങ്ങോട്ട് ചെല്ലട്ടെ. വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നു വേണം ഇനി അങ്ങ് ചെല്ലാൻ. വാക്കിംഗ് സ്ട്രീറ്റിൽ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. അതും ഇതുമായിട്ടൊന്നും ഇപ്പം ഡെഡായിരിക്കും. ചില റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കുമെന്നേ ഉള്ളൂ.
അപ്പോൾ ഈ എക്സ്ചേഞ്ചിൽ നിന്ന് കുറച്ച് ക്യാഷ് ചേഞ്ച് ചെയ്തു. ബിക്കോസ് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യാറുള്ളൂ. വെറുതെ ഒരുപാട് പൈസ ചേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ക്യാഷ് ആവശ്യത്തിന് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു കാർഡിനെക്കാട്ട് ഇച്ചിരൂടെ സേഫ് ട്രാൻസാക്ഷൻ ക്യാഷ് തന്നെ ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ എന്തോ ആവശ്യം എന്നുള്ള അന്നേരം ചേഞ്ച് ചെയ്താൽ മതി. അല്ലാതെ വെറുതെ നമ്മളതെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഏതായാലും ഞാൻ ഐലൻഡിലോട്ട് പോകും. ഐലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവിടെ എക്സ്ചേഞ്ച് വല്ലതും ഉണ്ടോ. ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ ഇത്ര റേറ്റൊക്കെ കുറവായിരിക്കും. പിന്നെ ഈ സ്ട്രീറ്റിലൊക്കെ കാണുന്ന എക്സ്ചേഞ്ച് നമുക്ക് ധൈര്യമായിട്ട് ചേഞ്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ മാത്രം ഒരിടത്ത് നമ്മളോട് പാസ്പോർട്ട് ചോദിച്ചു. വേറെ എങ്ങും അങ്ങനെ ഐഡിയ ഒന്നും ചോദിച്ച് കണ്ടില്ല. ബിക്കോസ് പാസ്പോർട്ട് ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പാസ്പോർട്ട് കൊണ്ട് നടക്കാറില്ലല്ലോ. അത്യാവശ്യം നല്ല ചൂടുണ്ട് ഗൈസ്. ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് അങ്ങ് പൊത്തിയേക്കുക. അങ്ങനെ പ്രശസ്തമായ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഗൈസ്. ഇന്നലെ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ലെവലായിരുന്നു, വേറൊരു ലോകമാണ് നൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബാഴ്സും ക്ലബ്സും ഒക്കെയാണ്. അല്ലാതെ അങ്ങനെ ഒരു വലിയൊരു സംഭവം പിന്നെന്തോ എല്ലാ സംഗതികളും ഉണ്ട്. ലൈക്ക് ഫുഡായാലും പിന്നെ സ്ട്രീറ്റ് പെർഫോമേഴ്സ് എനിക്ക് ഏറ്റവും അധികം അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ബാഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെയും ഉണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. അകത്തോട്ട് കയറിയാലേ അറിയത്തില്ല എന്തോ ആണെന്നുള്ളത്. ചിലപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്ക് മേടിച്ച് കഴിഞ്ഞാൽ അവർ 1000 ഭാഗത്തെന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി സ്കാംസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേസ് ഓൺലി വീഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവാണ്. നമ്മൾ കാനഡയിൽ നിന്ന് വന്നുകൊണ്ട് എനിക്കിത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ നാട്ടിൽ നിന്നുള്ളവർക്ക് ഇതൊരു വലിയ സംഭവം തന്നെ. ബിക്കോസ് നാട്ടിൽ ഇല്ലീഗലാണ് കഞ്ചാവ്. ഇവിടെ ലീഗലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാനഡയിൽ ഇല്ലീഗലായിരുന്നു കേസ് കഞ്ചാവ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അവസ്ഥ. രാത്രി ആയി കഴിഞ്ഞാൽ വാക്കിങ് മാത്രമേ ഉള്ളൂ. വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല. രാവിലെ അങ്ങനെ വണ്ടികളൊക്കെ കയറ്റി വിടും. അപ്പോൾ ഇനി ഞാൻ നടന്ന് നേരെ ഫെറിയുടെ അവിടോട്ട് ചെല്ലട്ടെ കേസ്. എന്തോ സംഭവം എന്ന് അറിയണമല്ലോ. ബിക്കോസ് ഓൾറെഡി ഒരു 9:30 ആയി. ഇപ്പോൾ 9:30 ഒരു 8 o'clock ആകുമ്പോൾ തൊട്ട് നേരത്തെ തൊട്ടേ ഉണ്ട്. പിന്നെ ബോട്ടുണ്ട്. ഏതായാലും ഞാൻ പോയി നോക്കട്ടെ എന്തോ സംഭവം എന്നുള്ളത്. ഞാൻ ഇവിടെ 7-Eleven കയറി കുറച്ച് സ്നാക്ക് വാങ്ങി കഴിച്ചു. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഫുഡിൻ്റെ. അവിടെ ഫുഡുണ്ട്, അതെനിക്കറിയാം. പക്ഷേങ്കിൽ ചിലപ്പോൾ ഈ വലിയ റെസ്റ്റോറൻറ്റ്സും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കരുതി വെച്ചേക്കാം. 7-Eleven ഇവിടുത്തെ 7-Eleven എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കിട്ടും. നമ്മൾ കാനഡയിലൊന്നും ഈ 7-Eleven എന്ന് പറഞ്ഞ സാധനം നോക്കുന്നേ ഇല്ല. ഇവിടെ 7-Eleven കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാ സാധനങ്ങളും കിട്ടും, അതുപോലെ ചീപ്പുമാണ്. അപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ നമുക്ക് അത്യാവശ്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ 7-Eleven തന്നെ പ്രിഫർ ചെയ്യുക. ബിക്കോസ് അവിടെ ആകുമ്പോൾ വേറെ ബാർഗനിങ് കാര്യങ്ങളൊന്നുമില്ല. വെളി കടകളിലൊക്കെ തന്നെ വില വ്യത്യാസമുണ്ട്. നടക്കട്ടെ കേസ്, നടക്കട്ടെ. ചൂടെടുത്ത് മറിയും. ഇവിടെ ഇത്രയും ചൂടാകുന്ന ഐലൻഡ് വേറെ ലെവലായിരിക്കും. ഇനി മിക്കവാറും കരിഞ്ഞ ചാർക്കോൾ എടുത്ത് വെളിയിൽ ചാർക്കോളായിട്ട് വല്ല യൂസ് ചെയ്യാൻ എന്നെ കൊള്ളത്തുള്ളൂ. വെള്ളക്കാർ വല്ലതും ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ടാൻ അടിച്ചതാണ്. ഫെറി കയറുന്ന ആ ടെർമിനലിൻ്റെ അവിടെ എത്തി കേസ്. നമ്മുടെ പട്ടായ സിറ്റിയുടെ ഒരു ലാൻഡ്മാർക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് എല്ലാവരും ഒരു പിക്ചറൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അതിലിപ്പോൾ എനിക്ക് ഈ ചൂട് രക്ഷയില്ല കേട്ടോ. സൺസ്ക്രീൻ ഇട്ടങ്ങ് പൊത്തിയേക്കുക. അപ്പോൾ തന്നെ ഇവിടെ ടിക്കറ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ്. ഇവിടുന്ന് 150 ബാത്തിന് ടിക്കറ്റ് എടുക്കാൻ കേസ്. ഇത് പോകാൻ മാത്രമാണ്. തിരിച്ചു വരണമെങ്കിൽ നമ്മൾ അവിടുന്ന് വേറെ 150 കൊടുത്തെടുക്കും. താങ്ക് യു. ടിക്കറ്റ് കിട്ടി. 15 മിനിറ്റ്സിന് അടുത്ത ബോട്ട് വരും. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ മതി. എവരി 30 മിനിറ്റ്സ് ഉണ്ട്. ഇത് ആക്ച്വലി സ്പീഡ് ബോട്ടാണ് കേട്ടോ. ഓ താങ്ക് യു. ഞാൻ ആക്ച്വലി ബാക്കി മേടിക്കാൻ പറഞ്ഞത്, പക്ഷേ അവർ കൊണ്ടു തന്നെ കേസ്. ഇത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ആളുകൾ വേറെ ഇല്ല. അങ്ങനെ നമ്മുടെ ബാച്ചിലുള്ള ആളുകൾ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. ഇത് അധികമൊന്നുമില്ല, ഒരു 10-20 പേരേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു സ്പീഡ് ബോട്ടായത്. ഇത് മറ്റേ ഞാൻ പറഞ്ഞ വലിയ ബോട്ടല്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നത് അതിനൊരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. ഇത് പ്രൈവറ്റാണ് സംഭവം. ബട്ട് സ്റ്റിൽ 150. ഇതിപ്പോൾ 15 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ സ്പീഡ് ബോട്ട് ആയതുകൊണ്ട്. മറ്റേന്ന് ഇച്ചിരി താമസം വരും. ഒരു 30 മിനിറ്റ്സ് 1 hour വരെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നല്ല സ്പീഡിലങ്ങ് ചെല്ലും. ഇത് പാക്കേജ് ഒന്നുമല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ കിട്ടും. പാക്കേജായിട്ട് മേടിക്കണമെങ്കിൽ നമ്മളവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർത്ത് മേടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നല്ല ചൂടുണ്ട്. സൺസ്ക്രീൻ ഇട്ടാൽ മൂടിയേക്കുവാണെങ്കിൽ ഞാനങ്ങനെ ഹാറ്റൊന്നും വെക്കുന്നില്ല. പക്ഷേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടി വെച്ച് സൺബേൺ അടിച്ച് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് നല്ല പേടിയുണ്ട്. സൺസ്ക്രീൻ ഇട്ടങ്ങ് പൊത്തിയേക്കും. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെല്ലാം നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളുകളാണ്. അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. ഇനി ഐലൻഡൂടെ ഉള്ളതായിരുന്നു ബാക്കിയുള്ള. അപ്പോൾ ഇനി അത് നമ്മൾ മിസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് സെറ്റാക്കി ഗൈസ്. ഇവിടേക്ക് എനിക്ക് ഐലൻഡിൽ പോയി സ്റ്റേ ചെയ്യാൻ പോകുന്നവരാണ്. ഈ ഐലൻഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്.
ഓ ഈ ഡെക്കൊക്കെ ഉണ്ടാക്കി ഇത് ഫ്ലോട്ടിങ് ആണ് കേട്ടോ, ഫ്ലോട്ടിങ് ഡെക്ക് കണ്ടില്ല. ഇതെല്ലാം സ്പീഡ് ബോട്ട്സ്. ഇത് എത്ര പേർക്ക് വരുമാനം ഉണ്ടാകുന്നൊരു കാര്യമൊക്കെയാണെന്ന് പട്ടായ സിറ്റി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ എടുക്കണമല്ലോ, അത് അതിൽ സെറ്റാക്കണം. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വലിയ ബോട്ട്. അത് പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേനും 1 hour എടുക്കും. ഇതിപ്പോൾ ഒരു 20 minutes കൊണ്ട് നമ്മളിവിടെ എത്തി. ഈ തൊപ്പിയൊക്കെ സൂക്ഷിച്ചാണ്, കാരണം എൻ്റെ സൺഗ്ലാസൊക്കെ പറന്ന് പോകേണ്ടതായിരുന്നു, ഒരു വിധത്തിൽ പിന്നെ പിടിച്ചെടുത്തത്. അതുകൊണ്ട് നമ്മൾ ഈ സ്പീഡ് ബോട്ടിലൊക്കെ ഇരിക്കുന്ന ഹാറ്റൊക്കെ സൂക്ഷിച്ചാണ്, അല്ലേ വെള്ളത്തിലിരിക്കും. ഇപ്പോൾ ഇത് പിന്നെ എല്ലാ 15 minutes ബോട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ മതി. റിട്ടേൺ എടുത്തിട്ടില്ല, റിട്ടേൺ അവിടെ നിന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞു, ഇവിടുന്ന് എടുക്കണമെന്ന്. അത് നമ്മുടെ ബോട്ടിൽ നിന്നുള്ളവരൊക്കെ ആദ്യം കൊണ്ട് ഇറങ്ങും. ഓക്കെ, ഇവിടെ മോട്ടോർ ബൈക്ക് റെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഞാൻ ആക്ച്വലി എടുത്തില്ല. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ഇതിലേക്ക് പോകണമെങ്കിൽ, ലൈക്ക് ബീച്ചസിലോട്ടൊക്കെ പോകണമെങ്കിൽ മോട്ടോർ ബൈക്ക് റെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിതുവരെ അത് ചെയ്തില്ല. വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് പാസ്പോർട്ട് വേണ്ട, എന്തെങ്കിലും ഐ ഡി മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡ്രൈവേഴ്സ് ലൈസൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് ചെന്ന് ഇവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വെറുതെ വണ്ടി എടുത്തിട്ട് അത് നമുക്ക് വേസ്റ്റ് ഓഫ് ടൈമും അല്ലെങ്കിൽ വേസ്റ്റ് ഓഫ് മണി കുഴപ്പമില്ല, ബിക്കോസ് ഇത് 300 ബാത്തേ ഉള്ളൂ. വേസ്റ്റ് ഓഫ് മണിയല്ല. പിന്നെ എന്തോ വള്ളിയെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ എന്തെങ്കിലും സ്കാം ഉണ്ടോ അതും നമുക്കറിയത്തില്ല. ഇമാർ വേറെ കേട്ടിട്ടുണ്ട്. പിന്നെ ഐ ഡി കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല, പാസ്പോർട്ട് കൊടുത്താലേ ഉള്ളൂ നമുക്ക് വള്ളി. ഓക്കെ, ഇച്ചിരി ഇങ്ങോട്ട് വന്നപ്പോൾ ആക്ച്വലി അവിടെ 300 ബാത്താണ് പറഞ്ഞത്. ഇവിടെ 100 ബാത്തിന് വരെ വണ്ടി കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വന്ന് അന്നേരം കയറി എടുക്കല്ലേ, ഒന്ന് കറങ്ങി നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഇവിടെ ടുക്ക് ഉണ്ട്, ചീപ്പസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഏത് ബീച്ചിലോട്ട് പോകണമെങ്കിലും ടുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഐലൻഡിൻ്റെ ഒരു ലൈക്ക് മാപ്പാണ് ഇവിടെ. ഇവിടെ നോക്കി നമ്മൾ പോയാൽ മതി. ഓക്കെ, ഇവിടെ 30 ഭാഗത്താണ് നമുക്ക് ഏത് ബീച്ചിലോട്ട് പോകണമെങ്കിൽ. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഡിഫറെൻറ്റ് ബീച്ചസിലോട്ടാണ് പോകുന്നത്. ഇത് ഐലൻഡിൽ വന്നിറങ്ങി. ഇത് ജസ്റ്റ് നമ്മൾ ഫെറി ടെർമിനൽ പോലത്തെ സംഭവം. എന്നിട്ട് ഇവിടുന്ന് ചൊയന എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച്, അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ ഏതായാലും വണ്ടി എടുക്കണമെന്ന് വിചാരിച്ചു, വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്. ഇതാകുമ്പോൾ തലവേദനയും ഇല്ല, പൈസയും കുറവുണ്ട്. ടുക്ക് നമ്മുടെ സ്വന്തം ടുക്ക്. താങ്ക് യു. അങ്ങനെ 20 രൂപയാണ് കേസ് അതിന്. സാധാരണ നമ്മളങ്ങനെ അവർ പൈസ ചോദിക്കാറില്ല, പിന്നെ ഐലൻഡ് ആയതുകൊണ്ടായിരിക്കും. വലിയ ദൂരമില്ലായിരുന്നു. 20 ബാത്ത്. നമ്മളൊരു ബീച്ചിൽ വന്നു. ഈ ബീച്ചിൻ്റെ പേരെന്തോ നിങ്ങൾ വായിക്കൊള്ളാത്തൊരു പേരാണ്. അത് തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാനിടാം ആ ബീച്ചെന്നുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് അങ്ങോട്ട് ചെന്ന് നോക്കാം എന്ത് സെറ്റപ്പെന്ന്. പക്ഷേ മേളിൽ നിന്നൊരു വ്യൂ കിട്ടി. എനിക്കത് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ടാണ് കേസ് പോകുന്നത്. എന്ത് ക്ലീനാണെന്നറിയും ഇവിടെ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു പേപ്പർ കഷ്ണം പോലും വെളിയിലൊന്നും ഒരാൾ വിടത്തില്ല, അത്രയും ക്ലീനാണ്. ആ വെള്ളമൊക്കെ നമുക്ക് കാണാം, ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, ഇവിടെ ചെറുകിട കച്ചവടക്കാർ, ഹോട്ടൽ, അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ സെല്ല് ചെയ്യുന്നവർ. പാരാഗ്ലൈഡിങ് 1400. ഓക്കെ, I'll come back. ഓക്കെ, ഇവരൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം എൻ്റെ സംഭവം വേറെ റേറ്റ് വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. ഈ ചേട്ടന്മാരുടെ ഞാൻ ഇതെടുത്ത് ഗൈസ്. സോ ഐ എം എ വ്ളോഗർ. When my subscribers come, give them discount. Okay. Just come meet this guy. What's your name?
La. La. Okay, come meet La. He'll give you discount. Jidon. Jidon. Yeah. Yeah, come meet this guy. These guys will give you discount. അങ്ങനെ ഗൈസ് ഞാൻ പാരാഗ്ലൈഡിങ് ജെറ്റ് സ്കീ പിന്നെ ഒരു അണ്ടർ വാട്ടർ സീ വാക്ക് ഇത് മൂന്നും എടുത്തേക്കുന്നത്. ഇവർ 2200 പറഞ്ഞത്. വെറുതെ നമ്മൾ ക്യാമറയും പിടിച്ച് വ്ളോഗറാന്നൊക്കെ പറഞ്ഞപ്പോൾ $200 ബാത്ത് ഡിസ്കൗണ്ട് വന്നു. 200 ബാത്തെങ്കിൽ 200 ബാത്ത്. ചുമ്മാ എന്തെങ്കിലും വന്ന് വ്ളോഗറാന്ന് പറഞ്ഞാൽ മതി. ഒരു ചാനലൊന്നും ചോദിക്കത്തൊന്നുമില്ല. ചാനൽ ചോദിച്ചായിരുന്നു പെട്ട് പോയി 1000 സബ്സ്ക്രൈബേഴ്സ് വേറെ തന്നെ വരും. അപ്പോൾ അത് സെറ്റാക്കി ഇനി നമുക്ക് ഇവിടുന്ന് ആക്ടിവിറ്റീസുമായിട്ട് ആദ്യം ജെറ്റ് സ്കീ ചെയ്യാമെന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ബീച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടു. ആദ്യം ഇനി സൺസ്ക്രീനൊക്കെ എടുത്താൽ കൊണ്ട് പൊത്തട്ടെ. So we are going to do the jet ski first. So he is the guy who's actually helping me. അളിയനോടുണ്ട്. അവർ നല്ല തിരക്കാണ്. $200 ബാത്ത് ഡിസ്കൗണ്ട് ഞാൻ ഇപ്പോൾ 1-2 പേരോട് ചോദിച്ചു. അപ്പോൾ എല്ലായിടത്തും ഇതിൽ കൂടുതലാണ്. 200 ബാത്ത് എന്ന് പറയുമ്പോൾ വലിയ പൈസയൊന്നുമില്ല. എന്നാലും നമ്മൾ മലയാളികളല്ലേ കേസ്, എന്ത് ഡിസ്കൗണ്ട് കിട്ടിയാലും നമ്മളത് വാങ്ങും. പക്ഷേ ബീച്ച് ഒരു രക്ഷയില്ല കേട്ടോ, വേറെ തന്നെ വൈബ്. ഇവിടുത്തെ ബിഗ് കണ്ടില്ലേ, ആ വാട്ടറിൻ്റെ കളർ കണ്ടില്ലേ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. അപ്പോൾ ആദ്യം ജെറ്റ് സ്കീ ആണ് കേസ്. ജെറ്റ് സ്കീ എനിക്ക് തോന്നുന്നില്ല മണിക്കൂറുകളൊന്നും ഉണ്ടെന്ന് കറക്കുമായിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് പക്ഷേ പാരാഗ്ലൈഡിങ് ആണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, സെറ്റാണ്. നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ്. നമ്മുടെ സാരഥി കണ്ട് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ബ്രോ സേ ഹായ്. എന്നോട് അവിടെ നിന്നോളാൻ മതി. കണ്ടപ്പോൾ ഇച്ചിരി വള്ളിയാന്ന് തോന്നി. അപ്പോൾ നീ ഇവിടെ വന്നാൽ മതി, ഞാൻ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന്. കാശ് ഞാനാ തരുന്നത്, നീയല്ല. അതെന്തായാലും സെറ്റാണ് ഗൈസ്, വൈബാണ്. പക്ഷെ ഇവിടെ വന്ന് വെള്ളമൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമ്മളെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും ആ ചൂടൊക്കെ അങ്ങ് മാറി, സെറ്റായി. Thank you. Okay. Okay. Thank you. Parasailing and sea walking. Yeah, let's go. Tip. Oh shit, I'll go get it. My bag there. അങ്ങനെ ഈ വണ്ടിയിലാണ് കേസ് നമ്മൾ പോകുന്നത്. ഇത് കസ്റ്റമൈസ്ഡ് ബൈക്കാണ്. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് കൊള്ളാം കേസ്. ഇത് ബൈക്കുമാണ് എന്നാൽ കാറുമാണ്. കാറിൻ്റെ ഫെസിലിറ്റീസ് കിട്ടുന്നതുകൊണ്ട് എന്താ ബൈക്കുമാണ്. ബ്രോ സേ ഹായ്. ഹായ്. അത് ഹായ് പറയുന്നില്ലേ, സൈക്കിൾ നാളെ. Bro, you have camera fear? Don't worry. When I started, I used to have the camera fear, but you'll get there. What's your name? Ting. Huh? Ting. Ting. Nice name, bro. Yeah, Ting. അങ്ങനെ ഈ വണ്ടിയിലാണ് കേസ് നമ്മൾ വന്നത്. ഞാനിരുന്നപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് മോഹൻലാലൊക്കെ വരുന്നുണ്ടായിരുന്നു വണ്ടി വന്നത്. കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ഈ ബോട്ടയിലാണ് പോകുന്നത്. ഇതുപോലെ ഫ്ലോട്ടിങ് നല്ല സെറ്റപ്പാണ് കേട്ടോ. Thank you. Go. Hello, bro. Hello. ഇവിടുന്ന് ഇവിടുന്ന് നടുക്കടലിൽ കൊണ്ടായിരിക്കും പാരസൈഡിങ് ചെയ്യുന്നത്. ഇവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ടീംസാണ്. ഈ ഒരു സ്പീഡ് ബോട്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകുന്നത്.
നമ്മൾ പാരാസ്ലൈഡിങ് ഒക്കെ കഴിഞ്ഞ് വന്ന കേസ് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല. അമ്മമാർക്ക് ഒരു ടിപ്പ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഞാനൊരു 200 ബാത്ത് കൊടുത്തു. ഒരാൾ 100 ചോദിച്ചാൽ അപ്പോൾ 2 പേർക്കും കൊടുത്തു. ഓരോരുത്തർക്കും 100 വെച്ച് കൊടുത്തു. പക്ഷേ അമ്മമാർ അടിപൊളി വീഡിയോസ് എടുത്ത് തരും. അമ്മമാർ നമ്മളെ നല്ലോണം മണ്ടയ്ക്ക് കൊണ്ടുപോകും. പക്ഷെ എനിക്ക് മിസ്സായത് ഇമാർ മുക്കിയില്ല. വെള്ളത്തിൽ മുക്കുന്നൊരു പരിപാടിയുണ്ട്, അത് ചെയ്തില്ല. അത് ആരെയും ചെയ്തില്ല. അത് ചിലരൊക്കെ ചെയ്യും. ചിലപ്പോൾ ഇമാരുടെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ വെയിറ്റൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഇത് ചെയ്യാൻ ഒക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഗൈസ്. വൈബാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് വെള്ളം പേടിയുള്ളൊരു മോട്ടോർ സ്പോർട്ട് അത്ര അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ട്. എനിക്കിങ്ങനത്തെ സംഭവങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. വന്നില്ലായിരുന്നു ഭയങ്കര നഷ്ടമായി പോയതിന്. അടിപൊളിയാണ്. വെള്ളമാണ്, നല്ല തണുത്ത വെള്ളവും ഈ ചൂടത്തുണ്ടല്ലോ. നമ്മൾ ആ വെള്ളത്തിലോട്ട് ചെല്ലുമ്പോഴത്തേനും വേറെ ലെവൽ. എനിവേസ് അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പിന്നെ ഇവന്മാർ വേറെ ഉള്ള ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഊറ്റുമല്ലോ മാക്സിമം ടിപ്പൊക്കെ. ഇത് എന്തെങ്കിലും കൊടുത്താൽ മതി അവർക്ക്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. എന്തെങ്കിലും കൊടുക്കണം. അവരും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ലേ ഈ പണിക്ക് നടക്കുന്നത്. അവർക്കൊക്കെ വളരെ തുച്ഛമായ സാലറിയൊക്കെ കാണത്തുള്ളൂ. എനിവേസ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അണ്ടർ വാട്ടർ സീ വാക്ക്. അതെനിക്ക് വലിയ താല്പര്യമില്ല. അതൊരു അഡ്വഞ്ചർ ഒന്നും അല്ലല്ലോ, എന്നാലും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ചെയ്ത് കളയാം. അത് ഈ പാക്കേജിലുള്ളതാണ്. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടറിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേസ്. ഞാൻ ആക്ച്വലി ഇവിടെ ഇവിടുത്തെ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള അത്യാവശ്യം ക്യാഷ് മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്തുള്ളൂ. എല്ലാത്തിനും ഞാൻ ഇവിടെ ചെന്നാൽ ആവശ്യത്തിന് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. വെറുതെ ഇതെല്ലാം കൂടെ ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇനിയും എനിക്ക് തിരിച്ചു പോകാനുള്ള ക്യാഷ് ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ചേഞ്ച് ചെയ്യണം, എന്നാലേ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ടിപ്പൊക്കെ കൊടുക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും അണ്ടർ വാട്ടർ ചെയ്തിട്ട് പോകുന്നത് ഇച്ചിരി അപ്പുറത്താന്ന് പറഞ്ഞത്. നടന്നു പോകാനേ ഉള്ളൂ. അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്ത് ഇവിടെ കഴിഞ്ഞിട്ട് പോകുന്നത് സെറ്റ്. ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബോട്ടിൽ. അങ്ങനെ സെറ്റായിരുന്നു ഗൈസ്. അണ്ടർ സീ വാക്ക് അടിപൊളിയായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഇവർക്ക് ക്യാഷ് കൊടുത്താൽ ചെയ്യാം. ഞാൻ ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഈ ഗോപ്രോ എടുത്തിൻ്റെ കൊടുത്തു. ഞാൻ ഓണാക്കി കൊടുത്തു. ഇവനെന്തോ ചെയ്തത് ഇതിൻ്റെ മണ്ടയ്ക്ക് പിന്നെയും പ്രസ് ചെയ്തു, അത് ഓഫായി. പക്ഷേങ്കിൽ പിന്നെ താഴെ വെച്ച് ഇവരെന്നോട് പറഞ്ഞു ഇതുപോലെ ഒരുത്തരോട് ചോദിച്ചു എനിക്ക് പൈസ തരാമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ കാണിച്ചു. നമ്മൾ വെള്ളത്തിനടി കിടക്കുമല്ലേ. അപ്പോൾ നമുക്ക് ഇത് സേഫാണ്. ഇതൊരു ഓക്സിജനൊക്കെ ഉണ്ട്. നമുക്കൊരു വലിയൊരു ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം തരാം. അതിനകത്ത് ഓക്സിജൻ ഉണ്ട്. നമ്മുടെ കൂടെ ഒരാളുണ്ട്, ഒരു ഗാർഡ് നമ്മുടെ കൂടെ ഉണ്ട്. ആ പുള്ളി നമ്മുടെ കൂടെ ഫുൾ ടൈം കാണും. അപ്പോൾ ഒരാളിങ്ങനെ വന്ന് എന്നോട് ചോദിച്ചു പൈസ. ഞാൻ പറഞ്ഞ് സെറ്റ് നീ ചെയ്തോളാൻ പറഞ്ഞു. അവൻ എൻ്റെ കുറേ ബ്രെഡ് തന്നു. അപ്പോൾ ഈ ഫിഷ് എല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ അടുത്തങ്ങ് അപ്പോൾ അവൻ എൻ്റെ കുറേ ഒരു ബ്രെഡ് തന്നു. അപ്പോൾ ഈ ഫിഷ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഫിഷിനെ കാണും, ഒരു രക്ഷയില്ല. അപ്പോൾ ഫിഷ് അത് എല്ലാ ഫിഷും കൂടെ അപ്പോൾ ഈ ബ്രെഡ് കടിക്കാൻ വേണ്ടി നമ്മൾ അടുത്തോട്ട് വരുന്നത്. അതൊക്കെ വീഡിയോ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. പക്ഷേ വീഡിയോ കിട്ടിയില്ല ഗൈസ്, പെട്ടുപോയി. പക്ഷേ അടിപൊളിയാണ്. എല്ലാ ആക്ടിവിറ്റീസും അടിപൊളിയായിരുന്നു. ഇതൊരു വർത്തായിരുന്നു. കാരണം $100 എല്ലാ കാര്യങ്ങളും തീർന്നു. ഇതൊരു $3000 കൊടുത്താൽ പോലും നമുക്ക് വാൻകൂവറിലോ കാനഡയിലോ അല്ലെങ്കിൽ ഈവൻ ഹവായിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ലൈക്ക് $6000-7000 വർത്തായിട്ടുള്ള സംഭവമാണിത്. വെറും $100 തീർന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഇവർക്ക് എന്തെങ്കിലും അങ്ങനെ ബീച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ ഇവിടെ വന്ന് ഡ്രിങ്കൊക്കെ എടുത്തു. പുള്ളിയാണ് നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി തന്നത്. അടിപൊളി കോക്ടെയിൽ മേക്കറാണ്. പക്ഷേ അതൊന്നും അല്ല എന്നെ വറി ചെയ്യുന്ന കാര്യം, വേറൊരു സംഭവമാണ്. കാരണം രണ്ട് ഷോട്ട് അടിച്ചു, ഒന്നും ആയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും മേടിച്ചു, മൂന്നാമത്തെയാണ്. ഈ ആളടിച്ച സാധനം ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് തന്നെ മേടിച്ചടിക്കായിരുന്നു. ബ്രോ ഏതാ അടിച്ചത്?